ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫ് ആട്ടോ. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഡേ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേ മൈ ലൈഫും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് ഇടുന്ന കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. എന്നെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇന്നൊരു ഡേ മൈ ലൈഫ് ആയാലോ. ഞാൻ ഇന്ന് രാവിലെ കേട്ടോ ചെന്നൈയിൽ നിന്ന് എത്തിയത്. കുളിക്കാൻ മടി പിടിച്ച് നിൽക്കണ എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ കുളിമുറിക്കണ്ട് കയറണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാട്ടോ. എന്നെപ്പോലെ തന്നെയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനകത്താ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന സാധനങ്ങൾ മൊത്തം മുക്കിയിടും കേട്ടോ. മുക്കി കുളിച്ചിട്ടാണ് വീട്ടിൽ കയറുക. എൻ്റെ വീട്ടിലാട്ടോ ഞങ്ങളുടെ തറവാട്ടമ്പലം ഉള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ അതാ മുക്കി കുളിച്ച് വീട്ടിൽ കയറി അമ്പലത്തിലൊക്കെ തൊഴുതു നേരെ അതാ മാമിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. മാമി ഇവിടെ ഭയങ്കര എഴുത്തിലാണ്. മാമി അംഗനവാടി ടീച്ചറാട്ടോ. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പരിപാടിയിലാണ്. അപ്പോൾ അപ്പുറത്തെ റൂമിൽ പോയി നോക്കി നോക്കുമ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞമാമി ഭയങ്കര ഫോണിൽ കളിത്തം. ആള് കിടക്കപ്പായനെ എണീറ്റില്ലേ. ആളിപ്പോൾ ഒരു രോഗിയാട്ടോ. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ മാമീൻ്റെ കയ്യുമ്പോൾ ഒരു കുഞ്ഞു കുരു ഉണ്ടായിരുന്നേ. ആ കുരു വലുതായി പഴുപ്പായി. ഇപ്പോൾ അതാ ലാസ്റ്റ് അത് കീറി ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ചിട്ട് കിടക്കുക കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വയ്യ. അങ്ങനെ കുറച്ച് നേരം മാമിയുടെ അടുത്ത് ഇരുന്ന് നേരതാ അപ്പുറത്തെ റൂമിൽ വന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ വട്ടം പോണതിന് മുന്നേ ഓൺലൈനിൽ നിന്ന് ഒരു സെൽഫി സ്റ്റിക്കും ഒരു റിംഗ് ലൈറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിലാവണ സമയത്താണ് വന്നത്. അപ്പം ഞാൻ വന്നിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇന്ന് റിംഗ് ലൈറ്റിൻ്റെയും സെൽഫി സ്റ്റിക്കിൻ്റെയും അൺബോക്സിങ് വീഡിയോ കേട്ടോ. അങ്ങനെ അതാ സെൽഫി സ്റ്റിക്കാണ് ഞാൻ ആദ്യം എടുത്തത്. എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അത് മക്കളൊക്കെ കളിച്ചിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഒന്ന് പുതിയത് വാങ്ങിച്ചതാണ്. റിംഗ് ലൈറ്റ് കുറേ ആയി ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ. അതും ഞാൻ ഓർഡർ ചെയ്തു. ആദ്യം വന്നത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു സൈഡ് ഒന്നാകെ അങ്ങോട്ട് എന്താ പറയുക ചതഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ റിട്ടേൺ കൊടുത്തു. പുതിയത് വന്നോട്ടോ ഇത്. ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ. പിന്നെ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരാളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതാ ചെക്കുണ്ട് കേട്ടോ. അവൻ ഫുള്ള് കുരുത്തക്കേടാണേ. ഞാൻ എന്ത് മുതലെടുക്കണേത് അവന് വേണം. ഞാൻ ക്യാമറ ഓണാക്കി അവനതിൽ നോക്കണം, അവനത് തൊടണം. ഭയങ്കര കുരുത്തക്കേട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇതാ ഇത്രയും കുരുത്തക്കേട്ട ചെക്കനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. എൻ്റെ ചെക്കനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊക്കെ ഫുൾ കുരുത്തക്കേട് അൺലിമിറ്റഡ് ആണ്. ഇവ മാത്രമായിട്ടോ ഇത്ര കുരുത്തക്കേട്. ബാക്കിയുള്ള 3 എണ്ണം പാവങ്ങളാണ്. അടുക്കുപോലും ഇല്ല. ഇവ ഭയങ്കര കച്ചറാണ്. ഞാൻ വന്നാൽ മാത്രമേ ബെഡ് കയറുള്ളൂ. അച്ഛനമ്മയും ചീത്തൊക്കെ പറയൂ കേട്ടോ. ഈയാണ് ഇതിനെ വഷളാക്കണത്, ഞങ്ങളുള്ളപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ വന്നാൽ അതിനെ ബെഡ് കയറ്റിയിട്ടും ഇങ്ങോട്ടാക്കിയിട്ടൊക്കെ ഫുള്ള് കച്ചറ കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ കെടുക്കുമ്പോൾ എൻ്റെ കൂടെ കെടുത്തും. ഇങ്ങനെ എന്താ പറയുക കളിക്കാനും ഇതിനൊക്കെ ഞാൻ ബെഡ് കയറ്റാറുണ്ട്. അവർക്ക് ഇഷ്ടമല്ല എന്നല്ല, എന്നാൽ കുഴപ്പമില്ല. അതോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റിംഗ് ലൈറ്റൊക്കെ ഇവിടെ സെറ്റായിട്ടോ. അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് നോക്കി. സംഭവം സെറ്റാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അതാ ഞാൻ പറഞ്ഞില്ലേ ചെക്കൻ കുരുത്തക്കേടാണ്. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. 5 മിനിറ്റ് തികച്ചിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആ റിംഗ് ലൈറ്റിൻ്റെ കൂടെ വന്ന സാധനം കടിച്ച് പിടിച്ച് കളിക്കായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ ചോറ് ഊറ്റാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ചോറൂട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക്. എൻ്റെ ചെറിയ മാമിയല്ല, എൻ്റെ രണ്ടാമത്തെ മാമിയാട്ടോ അവിടെ ഇരിക്കുന്ന മഞ്ഞ ചുരിദാർ. മാമി കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയി വന്നതാണ്. അതിൻ്റെ കഥകളൊക്കെ പറയുക കേട്ടോ. എൻ്റെ വലിയ മാമി ഇതാ അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റണു. മാമി ഇതാ ഡ്രസ്സൊക്കെ മാറ്റി പോയ ഗ്യാപ്പിൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നു. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ഇതാ ഈ ഒരു മോയ്സ്ചറൈസർ ക്രീമാട്ടോ. അടിപൊളി റിസൾട്ടാണ്. എൻ്റെ മുഖത്ത് നല്ല കുരു ഉണ്ടായിരുന്നു, കുരുവിൻ്റെ പാടുണ്ടായിരുന്നേ. അതൊരു 70% പോയത് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടാട്ടോ. എനിക്ക് അടിപൊളി റിസൾട്ട് തന്നൊരു ക്രീമാണ്. ആർക്കെങ്കിലും ഈ ക്രീമിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയാം. പിന്നെ ഇതാ എൻ്റെ കഴുത്തിന് ചുറ്റോറും നല്ല രീതിയിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നേ. ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്ലാക്ക് കളറൊക്കെ റിമൂവ് ആയത് ഇതാ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ടാട്ടോ. പിന്നെ ഈ ഒരു കമ്പനിയിൽ തന്നെ ഇതിൻ്റെ സോപ്പും ഉണ്ട്. അടിപൊളി റിസൾട്ടാണ്. ആർക്കെല്ലാം വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയാം. അങ്ങനെ ഇതാ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു ഗൈസ്. ഇതാ മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അടുത്ത പണിയെന്ന് പറയാതെ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കല കേട്ടോ. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ചോറ് കൊടുക്കൽ ഡ്യൂട്ടി എനിക്ക് കേട്ടോ. അങ്ങനെ അതാ നല്ല മത്തി വേവിച്ചതും ചോറും കൂടി കൂട്ടി കുഴച്ചിട്ട് അവർക്ക് 5 പേർക്കും കൊടുത്തു കേട്ടോ. ഞങ്ങൾക്കൊരു നാടൻ സുട്ടാപ്പുണ്ട് ഞങ്ങളുടെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അവൻ വന്ന് കഴിക്കും. അവർ 4 ആൾക്കും കൊടുത്തു. അത് കൊടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞങ്ങളുടെ കടയിലേക്ക് വന്നു.
ഞാനിപ്പോൾ ഈ ഒരുങ്ങിയതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതാ കടയിൽ വന്നിരിക്കാനാട്ടോ. അണ്ണാച്ചിക്കുളത്തിൽ വന്നിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടിഞ്ഞൊരുങ്ങി വന്നിരുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പറകിൽ ഒരു മനുഷ്യക്കുട്ടി പോയിട്ട് ഒരു പാറ്റക്കുട്ടി പോലും ഇല്ല കേട്ടോ. എന്നാലും ഞങ്ങൾ പ്രതീക്ഷ കൈവിടാതെ എല്ലാ ദിവസവും തുറന്നിരിക്കും കേട്ടോ. ഒരു കുപ്പി വെള്ളം പോയാൽ അത്രയും ആശ്വാസം. ഞങ്ങളുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് നിളയോരം പറക്കിലാട്ടോ. ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കടയിലൊന്ന് കയറിയിട്ട് പോകണേ. അങ്ങനെ അച്ഛൻ ചോറുണ്ണാൻ വേണ്ടി പോയ ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ കടയിൽ വന്നിരിക്കുന്നത്. അച്ഛൻ ചോറുന്നൽ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നേരെ തറവാട്ടിക്ക് പോയിട്ടോ. ഞാൻ വന്നിട്ട് തറവാട്ടിൽ പോയിട്ട് ചന്തച്ചനെയും മേമനെയും കണ്ടിട്ടില്ലേ. അങ്ങനെ ഇതാ ഞാൻ തറവാട്ടിലെത്തി. നേരെ പോയി വീണത് ഇതാ ചോറിൻ്റെ മുമ്പിലേക്ക് കേട്ടോ. വീട്ടിൽ പുഴമീനായതുകൊണ്ട് ഞാൻ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പുഴമീൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ തറവാട്ടിൽ പുഴമീനുണ്ടായിരുന്നു, വേറെ ഒതമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചു. എൻ്റെ കണ്ണേട്ടൻ്റെ കല്യാണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ്റെ കല്യാണമാണെന്ന്. കല്യാണക്കത്താണ് കാണുന്നത്. 16ഉം 17ആണ് കല്യാണം. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞ് നിന്നപ്പോഴാണ് അച്ഛൻ്റെ വിളി വന്നത്. പാറക്കിൽ ഇത് ആൾക്കാർ വരാൻ തുടങ്ങി, ഈ പൊരിക്കടി ഉണ്ടാക്കണം, നിങ്ങളെവിടെ വേഗം വായുമെന്ന്. ഇപ്പം ഞാനും കണ്ണേട്ടനും കൂട്ടി നേരെ ഇതാ കടയിൽ വന്നേ. കടയിൽ വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് ക്ഷീണമായി. അതുകൊണ്ട് കണ്ണേട്ടൻ സർവത്ത് ഉണ്ടാക്കി തന്നു കേട്ടോ. ഞാനും കണ്ണേട്ടനും കൂടിയിട്ട് ഒരു ഗ്ലാസ് സർവത്തൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ അതാ ലേസൊക്കെ ഈ ഭാഗത്ത് സെറ്റ് ആയിട്ടോ. അച്ഛൻ അവിടെ കടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ചായ ക്യാൻ അടുപ്പത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മാങ്ങ ഒക്കെ മേടിക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. കടിയൊക്കെ ഉള്ള ദിവസം നല്ല രസമാണ് കച്ചവടം ചെയ്യാൻ. നല്ല തിരക്കുണ്ടാവും. എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞു. ഒരു രാത്രി 10 മണിയായിട്ടുണ്ടായിരുന്നേ. ഇന്ന് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. മായിമാരും ചേച്ചിമാരും എല്ലാവരും. അപ്പോൾ കറി തികയാത്തതുകൊണ്ട് ഞങ്ങളൊരു മുട്ടയിട്ട് പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മീരേച്ചി അവിടെ പൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ഇടയിൽ കണ്ണേട്ടനും ഞാനും കൂട്ട് കുറച്ച് ഷോ ഇറക്കിയതാണ് കാണുന്നത്. അമ്മ അതാ ചോറൊക്കെ ഊറ്റണേ. ചോറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 10 മണി 10:30 ആയി ഒന്ന് അകത്ത് കയറിയപ്പോൾ അതുവരെ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ചോറൊക്കെ സെറ്റായി, കോഴിമുട്ടൊക്കെ സെറ്റായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചോറുന്നു. എനിക്ക് കുറച്ച് ചോറും 2 പപ്പടും തോനെ കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടി കഴിച്ചു. അമ്മയും മാമിമാരും ഇതാ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണു. അജിത മാമി ഉണ്ണിമോളൊക്കെ ഒരു വഴിക്ക് സൈഡായിട്ട്. ഇപ്പം തന്നെ എൻ്റെ കണ്ണിലൊക്കെ ഉറക്കം വന്നൊരു പ്രാന്തായി. ഇങ്ങനെ 12 മണിയാവാറായിട്ടോ. അപ്പോൾ ഇത്രയില്ല ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.